രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ കുറേ പേരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു പിക്ചർ വുഡ് ബി ദാറ്റ് ഓഫ് എ ഡെസേർട്ട് അല്ലേ. സോ ഹിയർ വി ആർ ഗോയിങ് ടു വിറ്റ്നസ് ഇറ്റ്. വി ആർ ഗോയിങ് ടു അവർ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദിസ് ട്രിപ്പ്, ദ ഗോൾഡൻ സിറ്റി ഓഫ് രാജസ്ഥാൻ, ജയ്സാൽമേർ. അമ്മയ്ക്ക് രാജസ്ഥാനി ലൈഫ് സ്റ്റൈൽ ഭയങ്കര, രാജ്ഞിമാരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ തന്നെ വേണം അല്ലേ അമ്മ? ജയ്പൂറും ജോധ്പൂറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ റിലേറ്റീവ്ലി ഒരു സ്മോൾ പോപ്പുലേഷനാണ് ജയ്സാൽമേറിലുള്ളത്. ലോ അർബൻ ഡെവലപ്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ്. ഒരു പ്യുവർ ഒരു ഡെസേർട്ട് കൾച്ചർ ഫോളോ ചെയ്ത് അവിടുത്തെ ആൾക്കാരാണെങ്കിലും മെയിൻലി ടൂറിസം, ഹാൻഡിക്രാഫ്റ്റ്സ്, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാനുള്ളത്. പോണ വഴിക്ക് മാനിനെ കണ്ടപ്പം ഇറങ്ങിയിട്ട് അവരെ പിന്നാലെ പോയതാണ് വിഗു വരുന്നത് കണ്ടപ്പോൾ അവർ തിരിച്ചു ഓടുകയും ചെയ്തു. അങ്ങനെ പിന്നെ വിഗു ചമ്മി തിരിച്ചു വന്നു. അബൌട്ട് 280 to 300 കിലോമീറ്റർ ആണ് കേട്ടോ ജോധ്പൂർ ടു ജയ്സാൽമേർ ഉള്ളത്. ഒരു 4 hour ട്രാവലാണ്. നമ്മളൊരു 9:15 ആകുമ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. 1:30 ആയപ്പം വി റീച്ച്ഡ് ദ സ്വർണ്ണ നഗരി ജയ്സാൽമേർ. Our first stop was at Jaisalmer War Museum. നമ്മൾ അവിടെ ഒരു 1:30 ആയപ്പോൾ എത്തിയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അവിടെയുള്ള ഒരു ക്യാൻറ്റീനിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു. ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ് ഫുഡ്. ആ നല്ല ചൂടത്ത് ഐസ്ക്രീം കഴിക്കാൻ വേറെ തന്നെ ഒരു ഫീലാണല്ലോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വി സ്റ്റാർട്ടഡ് ഓവർ ടു ദ മ്യൂസിയം. ജയ്സാൽമേർ ആണ് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. സോ ജയ്സാൽമേർ ഉള്ള ലോംഗേവാലയിലാണ് 1971 ഇൻഡോ പാക് വാർ നടന്നത്. സോ അന്നത്തെ വാർ ഹീറോസിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂസിയം ഉണ്ടാക്കിയതാണ് അറിയാൻ പറ്റി. ഇവിടെ അവർ ഡിസ്പ്ലേക്ക് ഒരു വാർ ടൈം കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ ക്യാപ്ചർ ചെയ്ത ടാങ്ക്സ്, വെഹിക്കിൾസ്, ഇന്ത്യൻ ആർമിയുടെ എക്യുപ്മെൻറ്റ്സ്, റൈഫിൾസ്, മെഷീൻസ്, ഗൺസ്, യൂണിഫോംസ്, എയർഫോഴ്സിൻ്റെ എയർക്രാഫ്റ്റ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചത് കാണാൻ പറ്റും. ഇവിടെ മെയിൻലി 3 ഏരിയ ആണുള്ളത്. ഒന്ന് ലോംഗേവാല ഹാൾ, ദെൻ ദർ ഇസ് ദ ഇന്ത്യൻ ആർമി ഹാൾ ആൻഡ് ദെൻ ദർ ഇസ് എൻ ഓഡിയോ വിഷ്വൽ റൂം ആസ് വെൽ. It was written, "A flag does not fly because the wind moves it. It flies with the last breath of each soldier who made the supreme sacrifice protecting it." ഇവിടെ നിന്ന് എനിക്കൊരു ഹാർഡ് റിയലൈസേഷൻ കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ സോൾജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആർമീനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുക ഇങ്ങനൊരു സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും അല്ലേ. അല്ലെങ്കിൽ പെട്ടെന്ന് ന്യൂസിൽ വാർ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോഴായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവരെ പറ്റി ആലോചിക്കുക. മേ ബി ഐ എം ടോക്കിംഗ് ജസ്റ്റ് അബൌട്ട് മൈസെൽഫ് ആൻഡ് യു ഗൈസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷേ ഐ എം ജസ്റ്റ് ഹോപ്പിംഗ് അല്ലേ, ലൈക്ക് നമ്മളിവിടെ ഹാപ്പി ആയിട്ട് നമ്മുടെ ടൈം എൻജോയ് ചെയ്യുമ്പം ദേ ആർ സാക്രിഫൈസിങ് ദെയർ ടൈം വിത്ത് ദെയർ ഫാമിലി ആൻഡ് they are working for our nation. So let this video be a reminder for me as well as you guys who are watching this video. Let's try to keep them in our prayers. നമുക്ക് ഓർമ്മ വരുന്ന എപ്പോഴാണെങ്കിലും let's include them as well. So അങ്ങനെ ഒരു wonderful experience-ന് ശേഷം we left from the Jaisalmer War Museum. I would say that this place is a must visit for everybody. The Golden City. It truly stands by its name. അല്ലെ, ഇവിടെ എത്തിയപ്പോൾ തന്നെ it's covered in that golden color. Buildings, the roundabout-ന്റെ ചുറ്റും തന്നെ golden color. So that was a good thing to watch. നമ്മുടെ പിങ്ക് സിറ്റിക്കും ബ്ലൂ സിറ്റിക്കും ശേഷം so here we are in the Golden City. Now here we are at Jaiga Palace. Fun thing is, ഇത് ഒരു മഹാരാജാവും ഉണ്ടാക്കിയ പാലസ് അല്ല. This is our hotel where we'll be staying the night. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ലൈക്ക് ദിസ് വാസ് വൺ ഗുഡ് സ്റ്റേ ദാറ്റ് വി ലൈക്ഡ്. ഇറ്റ് വാസ് വെരി എസ്തെറ്റിക്. ശരിക്കും ഒരു പാലസിൽ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. The rooms were also really great and even the bathrooms were really neat. Just one thing, നമ്മളിപ്പോൾ ഒരു ഡെസേർട്ടിൻ്റെ അടുത്തേക്ക് ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ മെല്ലെ ആ സോൾട്ട് കണ്ടൻറ്റ് ഉള്ള ടൈപ്പ് വാട്ടർ, നല്ല ഹാർഡ് വാട്ടർ. സോ വെള്ളത്തിന് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ പോകുന്നത് ബഡാ ബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ബഡാ ബാഗിൻ്റെ മീനിങ് ഇസ്
ബിഗ് ഗാർഡൻ. ഇപ്പം അവിടെ ഗ്രീനറി ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും പണ്ട് വെൻ വാട്ടർ ടാങ്ക്സ് ആൻഡ് ഗാർഡൻസ് ഒക്കെ റോയൽ ഫാമിലി ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഗ്രീൻ പ്ലേസ്. ഈ സ്ഥലം is actually a memorial built to honor the royal family. So it's more like a desert monument park. So മുന്നേ പറഞ്ഞ പോലെ ബഡാ ബാഗ് എന്നുള്ള പേരുണ്ടെങ്കിലും ലൈക്ക് ത്രൂ ഔട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഗ്രീനറി നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആ സാൻഡ് സ്റ്റോൺ കളർ ഇറ്റ് സെൽഫ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ദിസ് പ്ലേസ് ഇസ് ഓൾസോ ലൈക്ക് എ ഫേമസ് ഫോട്ടോഗ്രാഫി പോയിന്റ്. കാരണം ഇപ്പം തന്നെ കാണാം നിങ്ങൾക്ക് ദാറ്റ് ഇറ്റ്സ് ഗോൾഡൻ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഗ്രേറ്റ് പ്ലേസ് ടു ഗെറ്റ് വണ്ടർഫുൾ പിക്ചേഴ്സ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഗഡിസാഗർ ലേക്കിലേക്കാണ്. സോ നമ്മളവിടെ ഒരു സൺസെറ്റ് ടൈം ആകുമ്പോഴത്തേക്കാണ് കറക്റ്റായിട്ട് എത്തിയത്. പക്ഷെ ഞങ്ങൾ ആദ്യം പോയ എൻട്രൻസ് വാസ് വേർ ദ ബോട്ടിംഗ് വാസ് ഹാപ്പനിങ്. സോ അതുകൊണ്ട് അത് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് എൻട്രി ഒക്കെ കണ്ടുപിടിച്ച് പോകുമ്പോഴത്തേക്കും ഏകദേശം സൺസെറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ടെമ്പിൾസും ഉണ്ടായിരുന്നു ആ കോമ്പൗണ്ടിൽ തന്നെ. സോ അവിടെയൊക്കെ കയറി നല്ലൊരു സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് നമ്മളിരുന്നു. ഓൾസോ ഇത് ശരിക്കും ഒരു ലേക്ക് അല്ല, ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ കൺസർവേഷൻ റിസർവോയർ, ലൈക്ക് എ മാൻ മെയ്ഡ് വൺ. സോ ജയ്സാൽമേർ കംപ്ലീറ്റ് ഏരിയയിലേക്ക് മെയിൻ വാട്ടർ സോഴ്സ് ഇവിടെ നിന്നാണ് വരുന്നത്. സോ റെയിൻ വാട്ടർ കളക്ഷൻ സിസ്റ്റം അതെല്ലാമായിട്ട് ഇതാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവിടെ DSLRൽ ഫോട്ടോ എടുത്ത് തരാനും ഒരാളുണ്ടായിരുന്നു. ലൈക്ക് വിൽ ജസ്റ്റ് ഹാവ് ടു പേ ദം ഫോർ ദ ഫോട്ടോസ് ദാറ്റ് വി ലൈക്ക്. സോ നമ്മളും എല്ലാവരും ഇരുന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ചുറ്റും നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഷോപ്സൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് ഇനി മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ നല്ല അദ്രക് ചായ കിട്ടുമല്ലോ. അങ്ങനെ അവിടെയുള്ള കടയിലെ ചേട്ടനെയും ചേച്ചീനെയും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവരായിട്ടും കമ്പനിയായി. അപ്പോൾ ചേച്ചി പറയായിരുന്നു ചേച്ചിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന്. സോ അവിടെ ആക്ച്വലി കിട്ടുന്ന ഇപ്പോൾ നൂഡിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ചായ ആണെങ്കിലും അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എൻ്റെ അമ്മ അവിടെ ഇരുന്നിട്ട് ഈ അദ്രക് ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം എന്നെ ഈ ഡ്രസ്സിലൊക്കെ ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്യിപ്പിച്ചിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം, ഏതാണ് നമുക്ക് വേണ്ടതെന്ന്. അയാൾ എന്നെ ഫുൾ സെറ്റപ്പൊക്കെ ചെയ്ത് ഈവൻ ഓർണമെൻറ്റ്സും എല്ലാം നമുക്ക് ഇട്ട് നമുക്ക് റെഡിയാക്കി തരും. സോ ഹിയർ ഐ ആം ആസ് എ രാജസ്ഥാനി കുട്ടി. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? കമൻറ്റ് ബിലോ. സോ അവിടെ പിന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. അവർ നമുക്ക് പോസൊക്കെ പറഞ്ഞു തരും. നമ്മളെ കയ്യിലൊരു കുടമൊക്കെ തന്ന് ഇങ്ങനെ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർ തന്നെ പോസൊക്കെ കാണിച്ചു തരും. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മയുടെ വകയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള പുതിയ 2-3 ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ ഇട്ട് ചൊറിയണതിന് മുന്നേ ഞാൻ വേഗം എങ്ങനെയെങ്കിലും ഇത് കൂരി വെക്കട്ടെ. അവിടെ ഒരു ഫോർട്ട് വ്യൂ കഫേ ഉണ്ട് എന്ന് കേട്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. അവിടെ ദൂരെ കാണുന്നതാണ് ഫോർട്ട് വിസിറ്റ്. നമുക്ക് ദ നെക്സ്റ്റ് ഡേ ആണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ യു വിൽ സീ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഏത് ക്ലൈമറ്റ് ഇഷ്ടം? എനിക്ക് ഹോട്ടാണോ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചൂടുകാലത്തൊക്കെ ഒരു 10 മിനിറ്റ് AC കിട്ടി കഴിഞ്ഞാൽ ഞാൻ കിടന്നു സുഖമായിട്ട്. അച്ഛന് ചൂടാണോ തണുപ്പാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. തണുപ്പ് ഇഷ്ടം എന്നാ കുട്ടി എടുക്കട്ടെ. അല്ലല്ല അങ്ങനെയല്ല, എല്ലാം അതിന്റെ ഒരു മീഡിയം ലെവൽ. അമ്മയ്ക്ക് തണുപ്പാണോ എനിക്ക് തണുപ്പാണ് ഇഷ്ടം. ചൂടും കുഴപ്പമില്ല, പക്ഷെ ഡയറക്റ്റ് ഇങ്ങനെ വെയിലടിക്കുന്നതാണ് ഡയറക്റ്റ് സൂര്യൻ പറ്റൂല. എനിക്ക് ചൂടാണ് ഇഷ്ടം. ചൂടുകാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് AC ഇട്ടിട്ട് നമുക്ക് തണുപ്പിക്കാം. പക്ഷെ തണുപ്പ് കാലത്ത് ഹീറ്റർ ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ നമ്മളിവിടെ ഹീറ്ററൊന്നും ഇല്ലല്ലോ. സ്വെറ്ററൊക്കെ ഇടാം, പക്ഷെ ബട്ട് സ്റ്റിൽ ഭയങ്കര പാടാണ്. നമ്മൾ ലേസി ആവും ഫുള്ള്. എനിക്ക് ചൂടാ ഇഷ്ടം.
അങ്ങനെ പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് പക്ഷേ ഇറ്റ് വാസ് ഫൈൻ. വി വൈൻഡഡ് അപ്പ് our day 1 in Jaisalmer. So tomorrow we are going to a new area, going to explore new places, and trust me, this is going to be the most fun episode in our Rajasthan series. It's going to be our last episode as well. So I'm showing you a small glimpse of what all are going to happen. We had a lot of fun, so stay tuned and keep watching.